രമ്യ, നീ പൂക്കി മന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല? ഇല്ല. ഇതാ നോക്ക്. അയ്യോ, കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു മിനിസ്റ്ററും പൂക്കിയായ പുതിയ ആധുനിക കാലഘട്ടമല്ലേ, എല്ലാ കുട്ടികളൊപ്പം മാറ്റങ്ങളൊക്കെ കാണുമല്ലോ, അത്ര തന്നെ. അല്ല, മന്ത്രിക്ക് നമ്മുടെ പൂക്കി സൈൻ കാണിക്കാൻ അറിയാവോ? പൂക്കി സൈൻ ഒന്ന് കാണിച്ചു കൊടുത്തേടാ. എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തേ പൂക്കി സൈൻ. എങ്ങനെ മിനിസ്റ്ററെ പൂക്കിയായി കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം. നമ്മുടെ ജനറേഷനിൽ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ, അടിപൊളിയാണ്. ഗംഭീരല്ലേ, മന്ത്രി ഒപ്പമുണ്ടല്ലോ, നയിക്കല്ലേ അങ്ങോട്ട്, പിള്ളേരുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് പോവാണ്. കൊള്ളാം, ഗംഭീരം, അടിപൊളി. മിനിസ്റ്റർ എല്ലാ സമയവും ഒരു കണ്ണട വെച്ചു. അത് കാരണം സ്പെഷ്യൽ ഒരു ക്ലാസ് വെക്കണില്ല. വേണ്ട. എന്നാലും പുതിയ കാലത്ത് കുട്ടികളോടൊപ്പം ചേർന്ന് വന്നത് വലിയ കാര്യമാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ലോക മാറ്റമുണ്ട്, ദേശീയ മാറ്റമുണ്ട്, സംസ്ഥാന മാറ്റമുണ്ട്, പ്രാദേശിക മാറ്റമുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറണം. അതനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും മാറ്റം വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ ഉത്സവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. നല്ലൊരു കൈയ്യടി. ഇത് ഇത്തരത്തിൽ കൂടി വൈബാകുകയാണ്. അതെ, സാറ് തന്നെ മുന്നോട്ട് വന്നു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതിനെ കുറച്ചുകൂടി നല്ല പൂക്കി വൈബാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും പൂക്കിയായിട്ട് തന്നെ ഈ കലോത്സവം നമ്മൾ എന്ത് ചെയ്യും?